ാണ് അനുമാനം. അപ്പൊ നമ്മുടെ ധർമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. നമ്മൾ പറയില്ല ഇതല്ലാതെ വേറൊരെണ്ണം നീ ഫോളോ ചെയ്യരുത്, നമ്മൾ പറയില്ല. ഈ പുസ്തകം അല്ലാതെ വേറൊരു പുസ്തകം നീ വായിക്കരുത്, നമ്മൾ പറയില്ല. ഇതല്ലാതെ വേറൊരു ആരാധന നീ ചെയ്യരുത്, നമ്മൾ പറയില്ല. എന്താ കാരണം അറിയോ? ഈ 4 ക്ലോസുകളാണ് നമുക്കുള്ളത്. ആദ്യത്തേത് എന്ന് പറയോ, പ്രത്യക്ഷം പ്രമാണം. രണ്ടാമത്തേത് ശാസ്ത്രം പ്രമാണം. മൂന്നാമത്തേത് ആപ്തവാക്യം പ്രമാണം, എക്സൽ. നാലാമത്തേത് അനുമാനം പ്രമാണം. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ധർമ്മം നിലനിൽക്കുന്നത്. ഇനി ഈ ധർമ്മത്തിന് വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, ഏതിനും നമുക്ക് റഫറൻസ് ഗ്രന്ഥങ്ങൾ. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, ബൈബിള്. അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയതാ. മനസ്സിലാക്കിയിടത്തോളം അത് 4 പേര് എഴുതിയതാ. മുസ്ലിമിനും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു പുസ്തകമേ ഉള്ളൂ. അത് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പ്രവാചകൻ ഗബ്രിയേൽ എന്ന മാലാഖയുടെ അനുഗ്രഹത്തില് പറഞ്ഞത് കൂടെ ഉള്ളവർ എഴുതിയെടുത്ത് ഖലീഫ അതിനെ ശുദ്ധീകരിച്ചതാ. ഖലീഫയുടെയും കൂടി ചേർത്തിട്ട് എഴുതിയതാണ് സൂറത്ത്, ബാക്കിയുള്ളതെല്ലാം. അപ്പോ ഒരു പുസ്തകമേ ഉള്ളൂ. അതിന് കമന്ററി എഴുതാമെന്നല്ലാണ്ട് വേറെ പുസ്തകങ്ങളില്ല. നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഏതാണ് സാറേ? ഭഗവത്ഗീതയാണോ, വേദാണോ, മഹാഭാരതാണോ? ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സിഖുകാരനും ബുദ്ധമതക്കാർക്കും ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എത്ര പുസ്തകമുണ്ട്? അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമുക്ക് സംസ്കൃതത്തിൽ എഴുതിയത് 2000 2000 ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ ഉണ്ട്. അതിന് സംസ്കൃതത്തിൽ എഴുതിയ 10,000 വ്യാഖ്യാനങ്ങളുണ്ട്. ഇന്നുമുണ്ട്, അതൊന്നും ഇല്ലാണ്ടായിട്ടില്ല, ഇന്നുണ്ടത്. 2000-ഓളം ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ, 10,000-ഓളം കമന്ററികള്, അത് സംസ്കൃതത്തിൽ എഴുതിയത്. 1,00,000-ഓളം സബ് കമന്ററികള്, ഉപാഖ്യാനങ്ങള് 22 ഭാരതീയ ഭാഷകളിൽ എഴുതിയത്. 22 ഭാരതീയ ഭാഷകളിൽ എഴുതിയ 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ ഇന്നുണ്ട്. ഇതൊന്നും അപ്രത്യക്ഷമായിട്ടില്ല. ഇപ്പൊ നമുക്ക് എത്രയാ ഗ്രന്ഥങ്ങള്? അതിന് ഉത്തരം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ആരാ എഴുതിയത്? ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരാ. എന്താ കണ്ടന്റ്? ആയിരക്കണക്കിന് വിഷയങ്ങളാ. ഏത് കാലഘട്ടത്തിലാ എഴുതിയത്? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് എഴുതിയത്. ഇതാണ് അതിന്റെ ഉത്തരം. നിർഭാഗ്യവശാൽ നമ്മളിൽ ചിലര് ധരിക്കുന്നു അയാൾക്ക് ഒരു ഗ്രന്ഥമാണ് ഉള്ളത്, എനിക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥമുണ്ട്, ഞാൻ എന്താ ചെയ്യാം? അതായത് ഏതൊന്നിനെ കുറിച്ചാണോ അഭിമാനിക്കേണ്ടത് അത് റിവേഴ്സ് ഗിയറിലിട്ടിരിക്കുക. അയാളുടെ കയ്യിൽ 1 രൂപയുണ്ട്, എന്റെ കയ്യിൽ 1000 രൂപയുള്ളൂ. അയാളുടെ കയ്യിൽ 1 രൂപയുണ്ട്, എന്റെ കയ്യില് 1000 രൂപയുള്ളൂ എന്ന് ഞാൻ വളരെ വിഷമത്തോടുകൂടിയാ പറയാൻ. അയാളുടെ കയ്യിൽ 1 രൂപയുണ്ടെന്ന് അഭിമാനത്തോടു കൂടിയും. അപ്പൊ ഏതിനെ കുറിച്ച് അഭിമാനിക്കണം, ഏതിനെ കുറിച്ച് വിഷമിക്കണം എന്ന് പോലും ഇനി ആരെങ്കിലും ഒരാൾ തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് പറഞ്ഞു വന്നിട്ട് വേണം മനസ്സിലാക്കാൻ. ഇന്നസെന്റ് പറഞ്ഞ മാതിരി. അപ്പൊ ശരിക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഗ്രന്ഥസമാഹാരം നമുക്കുള്ളതില് നമുക്ക് ഏത് വിഷയമാണോ താല്പര്യമുള്ളത് അത്